Hi friends, welcome to SJTutorialsLive. ഇന്ന് നമ്മൾ പറയാൻ പോകുന്ന ടോപ്പിക്കാണ് ബ്ലോക്ക് ചെയിൻ എന്താണെന്നുള്ളതും ബ്ലോക്ക് ചെയിനോട് റിലേറ്റഡ് ആയിട്ടുള്ള ടേമുകളും അതുപോലെ അതിന്റെ അഡ്വാൻറ്റേജും ഡിസഡ്വാൻറ്റേജുമാണ് ഇന്ന് നമ്മൾ പറയാൻ പോകുന്നത്. എല്ലാവർക്കും ഒരിക്കൽ കൂടി SJTutorialsLiveലേക്ക് സ്വാഗതം. ബ്ലോക്ക് ചെയിൻ ഇൻട്രൊഡ്യൂസ് ചെയ്തത് 1991 പക്ഷേ ഇതുവരെ ഈ ബ്ലോക്ക് ചെയിനെ കുറിച്ച് വലിയൊരു അറിവുകൾ ആളുകളിലേക്ക് എത്തിയിട്ടില്ലായിരുന്നു. ഇപ്പോൾ മുതൽക്കാണ് ആളുകൾ ഈ ബ്ലോക്ക് ചെയിൻ എന്താണെന്ന് അറിഞ്ഞു വരുന്നത്. അതിനെക്കുറിച്ചുള്ള പഠനങ്ങളും അതുപോലെ ഫ്യൂച്ചറിൽ ഇനി കൈയടക്കാൻ പോകുന്ന ഒരു ഏരിയയാണ് ഈ ബ്ലോക്ക് ചെയിൻ എന്നുള്ളത്. ഈ ബ്ലോക്ക് ചെയിൻ എന്നുള്ളത് ഇംപ്ലിമെന്റ് ചെയ്തത് 2008 2008 ഈ ബ്ലോക്ക് ചെയിൻ ഇംപ്ലിമെന്റ് ചെയ്തത്. ഇതിന്റെ ഇൻട്രൊഡക്ടറി സ്റ്റേജ് ആണ് 1991. അതിനുശേഷം 2009 ബിറ്റ്കോയിൻ എന്ന കൺസെപ്റ്റ് വന്നു. ഈ ബിറ്റ്കോയിൻ വന്നതിന് ശേഷമാണ് ഇതിനൊരു പോപ്പുലാരിറ്റി വന്നു തുടങ്ങിയത്. പിന്നീട് ആളുകൾ ഈ ബിറ്റ്കോയിൻ ഉപയോഗിക്കുന്നതിനനുസരിച്ച് ഈ ബ്ലോക്ക് ചെയിനിന്റെ ലെവൽ കൂടി വന്നു. അപ്പോൾ നിങ്ങൾക്ക് ഇപ്പോഴും ഒരു കൺഫ്യൂഷൻ ഉണ്ടാകും, എന്താണ് ഈ ബ്ലോക്ക് ചെയിൻ എന്നുള്ളത്. അതിനെക്കുറിച്ചാണ് ഇനി ഞാൻ പറയാൻ പോകുന്നത്. ബ്ലോക്ക് ചെയിൻ എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് ഡിഫറെന്റ് ബ്ലോക്കുകൾ. ഈ ബ്ലോക്കുകൾ പരസ്പരം കണക്ട് ചെയ്തിട്ടായിരിക്കും നിൽക്കുക. ഇങ്ങനെയുള്ള ഈ ബ്ലോക്കുകളെയാണ് നമ്മൾ ടോട്ടലി ബ്ലോക്ക് ചെയിൻ എന്ന് പറയുന്നത്. ബ്ലോക്ക് ചെയിൻ ഈ ഓരോ ബ്ലോക്കിനും 3 എലമെന്റ്സുകൾ ഉണ്ടായിരിക്കും. ഓരോ ബ്ലോക്കിനും 3 എലമെന്റ്സ് ഉണ്ടായിരിക്കും. 3 എലമെന്റ്സിൽ ഫസ്റ്റ് വൺ ഡാറ്റയാണ്, സെക്കൻഡ് വൺ ഹാഷ് കോഡ് ആൻഡ് തേർഡ് വൺ പ്രീവിയസ് ഹാഷ്. ഇങ്ങനെ 3 എലമെന്റ്സ് ആണ് ഒരു ബ്ലോക്ക് ചെയിൻ ഉണ്ടാവുക. ആ ഓരോ 3 എലമെന്റ്സ് എന്താണെന്നുള്ളതാണ് ഇനി ഞാൻ പറയാൻ പോകുന്നത്. ഈ ഓരോ ബ്ലോക്കിനും 3 എലമെന്റ്സുകൾ ഉണ്ടാവും. ഫസ്റ്റിലെ ഈ ഒരു ബ്ലോക്കിന്റെ കേസ് എടുത്താൽ ഇതിൽ എന്താണ് ഡാറ്റ എന്നുള്ളത് നമുക്ക് നോക്കാം. ഡാറ്റ എന്ന് പറയുന്നത് നമ്മൾ എന്താണോ സ്റ്റോർ ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് അതിനെയാണ് ഡാറ്റ എന്ന് പറയുന്നത്. മെയിനായിട്ട് ബ്ലോക്ക് ചെയിൻ ഉപയോഗിക്കുന്നത് മണി ട്രാൻസ്ഫറിങ്ങിനും അതുപോലെ ബാങ്ക് സംബന്ധമായ കാര്യങ്ങൾക്കും വേണ്ടിയിട്ടാണ് മെയിനായിട്ട് ഉപയോഗിക്കുന്നത്. അപ്പോൾ അതിൽ ഡാറ്റ എന്ന് പറയുന്നത് നമുക്കറിയാം, നമ്മുടെ കാൽക്കുലേഷൻസ് അല്ലെങ്കിൽ നമുക്ക് കിട്ടാനുള്ള പൈസ അല്ലെങ്കിൽ കൊടുത്ത പൈസ ഇങ്ങനത്തെയുള്ള കണക്കുകളായിരിക്കും ഈ ഡാറ്റയിൽ വരുന്നത്. രണ്ടാമതായി വരുന്നതാണ് ഹാഷ് കോഡ് എന്നുള്ളത്. ഈ ഹാഷ് കോഡിൽ പെട്ടതാണ്. അതിനുപയോഗിക്കുന്ന സെക്യൂരിറ്റി ഒരു കോഡാണ് ഹാഷ് കോഡ് എന്ന് ഉദ്ദേശിക്കുന്നത്. ഈ ഹാഷ് കോഡ് എന്നുള്ളത് ഓരോ ബ്ലോക്കിനും യുണീക്ക് ആയിരിക്കും. ഇപ്പൊ ഈ ഒരു ബ്ലോക്കിന്റെ ഹാഷ് കോഡ് എന്നുള്ളത് ഒരു പ്രത്യേകതര ഹാഷ് കോഡ് ആയിരിക്കും. അതുപോലെ ഇതിന്റെ വേറെ ആയിരിക്കും. ഓരോ ബ്ലോക്കിനും ഡിഫറെന്റ് ഹാഷ് കോഡുകളായിരിക്കും ഉപയോഗിക്കുന്നുണ്ടാവുക. ഇനി നമ്മൾ മനസ്സിലാക്കേണ്ടത് ഇത് പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും കണക്റ്റഡ് ആയിരിക്കും. അതിൽ തന്നെ പ്രീവിയസ് ഹാഷ് എന്ന് പറഞ്ഞാൽ ഇതിന്റെ കൂടെ ഒരു പ്രീവിയസ് ഹാഷ് ഉണ്ടെങ്കിൽ അത് ഇതിന്റെ ഹാഷ് കോഡ് ആയിരിക്കും. പറഞ്ഞാൽ മനസ്സിലായല്ലോ. ഈ പ്രീവിയസ് ഹാഷ് എന്ന് പറയുന്നത് ഇതിലെന്താണോ ഹാഷ് കോഡ് ഉള്ളത് അതായിരിക്കും ഇതിന്റെ പ്രീവിയസ് ഹാഷ്. അതുപോലെ ഇതിന്റെ പ്രീവിയസ് ഹാഷ് എന്ന് പറഞ്ഞാൽ ഇതിലെന്താണോ ഹാഷ് കോഡ് ഉള്ളത് അതായിരിക്കും ഇതിന്റെ പ്രീവിയസ് ഹാഷ് എന്ന് പറയുന്നത്. അപ്പോൾ സ്വാഭാവികമായും നിങ്ങൾക്ക് സംശയം ഉണ്ടാവും ഇതിന്റെ പ്രീവിയസ് ഹാഷ് എന്താണെന്നുള്ളത്. അതായത് സ്റ്റാർട്ടിംഗ് എലമെന്റിന്റെ അല്ലെങ്കിൽ സ്റ്റാർട്ടിംഗ് ബ്ലോക്കിന്റെ പ്രീവിയസ് ഹാഷ് എന്താണെന്നുള്ളത് നിങ്ങൾക്ക് ഡൗട്ട് ഉണ്ടാവും. അതിനെക്കുറിച്ചാണ് ഇനി പറയാൻ പോകുന്നത്. അതിന് പറയുന്ന പേരാണ് ജെനസിസ് ബ്ലോക്ക് എന്നാണ് പറയുന്നത്. അതായത് ഈ സ്റ്റാർട്ടിംഗ് ബ്ലോക്കിന് പറയുന്ന പേരാണ് ജെനസിസ് ബ്ലോക്ക്. ഈ ഒരു ബ്ലോക്കിന്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ അതിന്റെ ഇൻഡെക്സ് അതുമല്ലെങ്കിൽ അതിന്റെ ഹാഷ് കോഡ് എന്ന് പറയുന്നത് ഫുൾ 0 ആയിരിക്കും. എത്രയാണോ 0 ഉള്ളത് അത്രയും കംപ്ലീറ്റ് 0 ആയിരിക്കും ഇതിന്റെ പ്രീവിയസ് ഹാഷ് കോഡ് എന്ന് പറയുന്നത്. പിന്നെ ഈ രണ്ടാമത്തെ ബ്ലോക്കിന്റെ പ്രീവിയസ് ഹാഷ് കോഡ് എന്ന് പറയുന്നത് ഇതിന്റെ കോഡ് എന്തായിരിക്കും, ഇതിന്റെ ഹാഷ് കോഡ് എന്തായിരിക്കും, അതായിരിക്കും ഇതിന്റെ പ്രീവിയസ് ഹാഷ് കോഡ് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പൊ ഇത് നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം 3 എലമെന്റ്സ് ഉണ്ടാവും. ഫസ്റ്റ് വൺ ഡാറ്റ, സെക്കൻഡ് വൺ ഹാഷ് കോഡ്, തേർഡ് വൺ പ്രീവിയസ് ഹാഷ്. ഓക്കെ, ഈ ഒരു 3 എലമെന്റ്സ് വെച്ചിട്ടാണ് ഈ ബ്ലോക്ക് ചെയിൻ കംപ്ലീറ്റ് വർക്ക് ചെയ്യുന്നത്. ഇനി എന്തിനാണ് ഇങ്ങനെ ചെയ്തിട്ടുള്ളത് എന്നുള്ളൊരു സംശയം ഉണ്ടാവും. ഇതിൽ നമ്മൾ മനസ്സിലാക്കേണ്ടത് ഇത് സെക്യൂരിറ്റി കൂട്ടാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനത്തെ ഒരു ഹാഷ് കോഡും അതേപോലെ പ്രീവിയസ് ഹാഷ് ഒക്കെ വെച്ചിട്ടുള്ളത്. ഒരിക്കലും മറ്റൊരാൾക്ക് അത് ഹാക്ക് ചെയ്യാൻ പറ്റില്ല എന്നുള്ളതാണ് അതിന്റെ ഒരു പ്രത്യേകത. ഇപ്പോൾ നമുക്കറിയാം, ഇപ്പോൾ നടക്കുന്ന ബിസിനസ് ആണെങ്കിലും ബാങ്കിങ് പർപ്പസ് ആണെങ്കിലും എല്ലാറ്റിനും ഒരു മിഡിൽ വെയർ ഉണ്ടാവും, അതായത് ഒരു ബ്രോക്കർ ഉണ്ടാവും. ഈ ബ്ലോക്ക് ചെയിന്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ അതിനൊരു ബ്രോക്കറിന്റെ ആവശ്യമില്ല എന്നുള്ളതാണ്. ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ, നമ്മളിപ്പോൾ ഒരു ബാങ്കാണ് സമീപിക്കുന്നത് എന്നുണ്ടെങ്കിൽ ബാങ്കിൽ ഡാറ്റകൾ നമ്മൾ സ്റ്റോർ ചെയ്യുന്നു, അതുപോലെ ബാങ്കിന്റെ കാര്യങ്ങൾ ചെയ്യുന്നു. അതിൽ ബാങ്കിനോട് ഇടപെട്ട ആളുകൾക്ക് ഇതിന്റെ ഡാറ്റകളും കാര്യങ്ങളും കാണാനും കൈകാര്യം ചെയ്യാനും പറ്റും. പക്ഷേ നമ്മൾ ബ്ലോക്ക് ചെയിൻ ആണ് ഉപയോഗിക്കുന്നത് എന്നുണ്ടെങ്കിൽ അതിൽ മിഡിൽ വെയർ ആയും അതിന്റെ മെയിൻ ആയും പ്രവർത്തിക്കുന്നത് കമ്പ്യൂട്ടറുകളായിരിക്കും. അപ്പോൾ അതിൽ വേറൊരാൾക്ക് അതിൽ ഇൻക്ലൂഡ് ചെയ്യാനോ പാർട്ടിസിപ്പേറ്റ് ചെയ്യാനോ കഴിയില്ല എന്നുള്ളതാണ് ഇതിന്റെ ഏറ്റവും വലിയൊരു പോയിന്റ് എന്ന് പറയുന്നത്. അപ്പോൾ നിങ്ങൾ മനസ്സിലാക്കേണ്ട കാര്യം, ഇത് ഏറ്റവും സെക്യൂരിറ്റി ഉള്ള ഒരു സംവിധാനമാണ്. ഇതിൽ കൂടെയാണ് ബിറ്റ്കോയിൻ ട്രാൻസ്ഫറുകൾ
കംപ്ലീറ്റ് നടക്കുന്നത്. നമ്മൾ മനസ്സിലാക്കേണ്ടത് ഇപ്പോൾ ബിറ്റ്കോയിൻ ഇന്ത്യയിൽ നിരോധിച്ചു എന്ന് പറയുന്നുണ്ടെങ്കിലും ഇന്ത്യയിൽ നിരോധിച്ചത് ഭാവിയിൽ അത് തുടർന്ന് വരാൻ വളരെയധികം സാധ്യതയുണ്ട്. കാരണം എന്താണെന്ന് വെച്ചാൽ ഈ ബിസിനസ് മേഖല കംപ്ലീറ്റ് ഇനി ബിറ്റ്കോയിനിലേക്ക് മാറാൻ പോവുകയാണ് ഭാവിയിൽ, ഇപ്പോഴല്ല ഭാവിയിൽ. അതിനുള്ള ഒരു അഡ്വാൻറ്റേജ് എന്ന് പറഞ്ഞാൽ ബിറ്റ്കോയിൻ എന്ന കൺസെപ്റ്റ് നമുക്കറിയാം, അതിലൊരു കറൻസി പോലെയല്ല അത് വർക്ക് ചെയ്യുന്നത്. അതിൽ നമുക്ക് ഫിസിക്കലായിട്ട് ഒന്നും ഉണ്ടാകില്ല, അത് ലോജിക്കൽ കൺസെപ്റ്റ് മാത്രമാണ്. പക്ഷെ നമുക്കുള്ളൊരു എമൗണ്ട് അവിടെ സ്റ്റോർഡ് ആയിരിക്കും. അത് എത്ര എന്നുള്ളതൊന്നും നമുക്ക് കാൽക്കുലേറ്റ് ചെയ്ത് പറയാൻ കഴിയില്ല. അത് ഓരോ ദിവസം ഡെയിലി മാറിക്കൊണ്ടിരിക്കും. നമ്മുടെ ഈ ഗോൾഡിന്റെ കൺസെപ്റ്റ് പോലെ, ഗോൾഡ് എന്താണോ ഒരു ദിവസത്തെ റേറ്റ് പിറ്റേ ദിവസം അത് മാറിക്കൊണ്ടിരിക്കുന്ന പോലെ ഈ ബിറ്റ്കോയിന്റെ റേറ്റ് ഡെയിലി മാറിക്കൊണ്ടിരിക്കും. അതിനനുസരിച്ച് നമുക്ക് എപ്പോഴാണ് പ്രോഫിറ്റ് വരുന്നത് അതിനനുസരിച്ച് സെയിൽ ചെയ്യുകയാണ് ചെയ്യുന്നത്. അതിനെക്കുറിച്ചുള്ള ഡീറ്റെയിൽ ക്ലാസ് ഞാൻ പിന്നീട് ചെയ്യുന്നതാണ്. ഇപ്പോഴത്തെ കറണ്ട് ബിറ്റ്കോയിന്റെ സിറ്റുവേഷൻ എന്താണ് എന്നുള്ളത്. ഇനി ഞാൻ പറയുന്നത് ഇന്നത്തെ ബിറ്റ്കോയിന്റെ റേറ്റ് എത്രയാണ് എന്നുള്ളതാണ്. 1 BTN ഈക്വൽ ടു BTN എന്ന് ഉദ്ദേശിക്കുന്നത് ബിറ്റ്കോയിനെയാണ്. 1 BTN ഈക്വൽ ടു 6,85,044 രൂപ 0.43 ഇന്ത്യൻ റുപ്പീസിലാണ് പറയുന്നത്. അതായത് 6,85,000 അടുത്ത് വരും. അതായത് അതിനെക്കാട്ടിയും ഒരു 44 രൂപ എക്സ്ട്രാ വരും ഇന്നത്തെ ഒരു ബിറ്റ്കോയിന്റെ റേറ്റ് എന്ന് പറയുന്നത്. ഇത് കോടിക്കണക്കിന് രൂപ വരെ മാറിക്കൊണ്ടിരിക്കുന്ന ഒരു സംഭവമായിരുന്നു. ഇപ്പോഴത് താഴേക്ക് വന്നതാണ് ഇപ്പോഴത്തെ സിസ്റ്റം അനുസരിച്ച്. ഓക്കെ, അപ്പൊ നമ്മളാണ് ഇത്രയും ബേസിക് ആയിട്ടുള്ള കാര്യങ്ങൾ നിങ്ങൾ ബിറ്റ്കോയിനെ കുറിച്ച് മനസ്സിലാക്കുക. പിന്നീട് നമ്മൾ ഇതിനെക്കുറിച്ച് ഇപ്പോഴത്തെ സിറ്റുവേഷനും ഇനി നമുക്ക് ചെയ്യാൻ പറ്റുമോ ഇല്ലയോ എന്നുള്ള കാര്യങ്ങളും ഞാൻ പറയുന്നതാണ്. ഇനി നമ്മൾ മനസ്സിലാക്കേണ്ടത് ഇതിൽ നിന്ന് ഡാറ്റകൾ നമുക്ക് റിട്രീവ് ചെയ്യണമെങ്കിൽ, അതായത് ഇങ്ങനെയാണ് ഡാറ്റ സെൻഡ് ചെയ്യുക എന്ന് പറഞ്ഞു. ഇതിലൊരു ബ്ലോക്ക് ഉണ്ടാവും, ഇവിടെ ഒരു ബ്ലോക്ക്, ഇത് മൂന്നാമത്തെ ബ്ലോക്ക്, ഡിഫറെന്റ് ബ്ലോക്കുകളായി ഡാറ്റ സെൻഡ് ചെയ്യുമെന്ന് നമ്മൾ പറഞ്ഞു. ഇങ്ങനെ സെൻഡ് ചെയ്യുന്ന ഡാറ്റ നമുക്ക് റിസീവ് ചെയ്യുമ്പോൾ അതിനെ ആക്സസ് ചെയ്യണമെങ്കിൽ ഈ സെൻഡ് ചെയ്ത കോഡിനെ ഡീക്രിപ്റ്റ് ചെയ്യണം. എൻക്രിപ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ പറഞ്ഞു ഹാഷ് കോഡ് ഉപയോഗിക്കുന്നത് എന്നുള്ളത്. ഡീക്രിപ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഉപയോഗിക്കുന്നത് ഡിഫറെന്റ് പസിലുകളാണ്. ആ പസിൽ കാൽക്കുലേറ്റ് ചെയ്തിട്ടാണ് എന്താണ് ഇതിന്റെ ഒറിജിനൽ കോഡ് എന്നുള്ളത് കാൽക്കുലേറ്റ് ചെയ്യുന്നത്. സാധാരണ ഗൂഗിൾ ഇതിനൊരു സംവിധാനം പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് ഈ ഹാഷ് കോഡ് കാൽക്കുലേറ്റ് ചെയ്യാനും അതുപോലെ അതിനെ ഡീക്രിപ്റ്റ് ചെയ്യാനും എൻക്രിപ്റ്റ് ചെയ്യാനും വേണ്ടിയിട്ടുള്ളത്. അതിന്റെ ലിങ്ക് വേണമെങ്കിൽ ഞാൻ എന്റെ ഡിസ്ക്രിപ്ഷനിൽ ഇട്ടിട്ടുണ്ട്, നിങ്ങൾക്ക് അത് വേണമെങ്കിൽ കൊടുത്ത് ചെക്ക് ചെയ്യാവുന്നതാണ്. ഓക്കെ, ഇങ്ങനെ ഈ പസിൽസ് വെച്ച് ഡീകോഡ് ചെയ്യുന്നതിന് പറയുന്ന പേരാണ് പ്രൂഫ് ഓഫ് വർക്ക് എന്നാണ് പറയുന്നത്. പ്രൂഫ് ഓഫ് വർക്ക് അതായത് നമ്മൾ കൊടുത്ത ഡാറ്റനെ കൺവേർട്ട് ചെയ്ത് നമുക്കുള്ള ഒറിജിനൽ ഫോമിലാക്കി മറ്റുള്ളതാക്ക് കൊടുക്കുന്നതിനെയാണ് പ്രൂഫ് ഓഫ് വർക്ക് എന്ന് പറയുന്നത്. ഇതിന്റെ ഒരു ഡീക്രിപ്ഷൻ മെത്തേഡിനെയാണ് പ്രൂഫ് ഓഫ് വർക്ക് എന്ന് പറയുന്നത്. പിന്നീട് നമ്മൾ മനസ്സിലാക്കേണ്ടത് ഇതൊരു ഡിസ്ട്രിബ്യൂട്ടഡ് സിസ്റ്റം ആയിട്ടാണ് വർക്ക് ചെയ്യുന്നത്. ഡിസ്ട്രിബ്യൂട്ടഡ് സിസ്റ്റം എന്ന് ഉദ്ദേശിക്കുന്നത് ഇപ്പൊ നമ്മൾ ഇതിലുള്ള ഒരു വാല്യൂ എന്തെങ്കിലും, ഇതിലൊരു കോഡ് ഹായ് എന്നാണ്, ഇതിൽ ഹൗ ആണ്, ഇതിൽ യു ആണ്. അതായത് ഹായ് ഹൗ യു എന്നാണ് നമ്മുടെ മെസ്സേജ് എന്നുണ്ടെങ്കിൽ ഈ ഹായ് എന്നുള്ളത് എൻക്രിപ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ ഹാഷ് കോഡ് ഉപയോഗിക്കും. അത് ഹാഷ് കോഡ് ഉപയോഗിച്ച് എൻക്രിപ്റ്റ് ചെയ്ത് സെൻഡ് ചെയ്യും. അതുപോലെ അതിന്റെ കൂടെ ഈ രണ്ടാമത്തെ എലിമെന്റ് ഉണ്ടാവും, മൂന്നാമത്തെ എലിമെന്റ് ഉണ്ടാവും. ഈ ഹായ് എന്നുള്ള ഡാറ്റ മാറ്റിയിട്ട് ഞാൻ ഫോർ എക്സാമ്പിൾ ടെസ്റ്റ് എന്നാക്കിയാൽ ഇതിൽ കംപ്ലീറ്റ് ഡാറ്റകളും ഒരു ഇന്റർലിങ്ക് നഷ്ടപ്പെടും. അതായത് എവിടെയെങ്കിലും ഒരു ചേഞ്ച്, ഏതെങ്കിലും ഒരു ബ്ലോക്കിൽ ചെറിയൊരു ചേഞ്ച് വരുത്തിയാൽ തന്നെ അതിന്റെ ഫുൾ ബ്ലോക്ക് ചെയിൻ ബ്ലോക്ക് ആയി പോകുക എന്നുള്ളതാണ്. ചുരുക്കി പറഞ്ഞാൽ നമുക്ക് എന്തെങ്കിലും ഒരു ഡാറ്റ സെൻഡ് ചെയ്യാനുണ്ടെങ്കിൽ അത് ആരെങ്കിലും എന്തെങ്കിലും ആൾട്രേഷൻ ഹാക്ക് ചെയ്യുകയോ മറ്റെന്തെങ്കിലും ചെയ്യുകയോ ചെയ്താൽ അതിന്റെ ഫുൾ ഡാറ്റ മൂവ്മെന്റ് അവിടെ ബ്ലോക്ക് ചെയ്യപ്പെടും എന്നുള്ളതാണ് ഇതിന്റെ മറ്റൊരു പ്രത്യേകത. അതുകൊണ്ട് തന്നെ ഇത് വെരി സെക്യൂർ ആണ് ഡാറ്റ ട്രാൻസ്ഫറിങ്ങിനും ബാങ്കിങ് പർപ്പസിനും ഡാറ്റ സ്റ്റോറേജിനും അതുപോലെ ഡാറ്റ ഷെയറിങ്ങിനും. ഓക്കെ, പിന്നീട് നമ്മൾ അറിഞ്ഞിരിക്കേണ്ടത് ഈ ടെക്നോളജി കണ്ടുപിടിച്ചത് സതോഷി നാക്കാമോട്ടോ എന്ന് പറഞ്ഞ ഒരു ജാപ്പാനീസ് സയന്റിസ്റ്റ് ആണ്. അദ്ദേഹം ഇത് കണ്ടുപിടിക്കാൻ കാരണം നമ്മൾ പറഞ്ഞു ഈ ഒരു ടെക്നോളജി ഇൻട്രൊഡ്യൂസ് ചെയ്തത് 2008 പറഞ്ഞു. ഈ 2008 നമുക്കെല്ലാവർക്കും അറിയാം IT-യിൽ ഏറ്റവും കൂടുതൽ ക്രൈസിസ് നടന്നൊരു സമയമാണ്. ആ സമയത്താണ് ബാങ്കിങ് സെക്ടേഴ്സ് എല്ലാം താഴേക്ക് പോവുകയും ആ സമയത്ത് തന്നെയാണ് ഇയാൾ ഈ ഒരു ടെക്നോളജി ഇൻട്രൊഡ്യൂസ് ചെയ്തത്. പിന്നീട് ഇനി നമ്മൾ അറിയേണ്ടത് എന്തൊക്കെയാണ് ഈ ടെക്നോളജിന്റെ ഒരു സെക്യൂരിറ്റി ഫീച്ചേഴ്സ് എന്നുള്ളതാണ്. ഈ ഒരു ടെക്നോളജിക്ക് ഏറ്റവും കൂടുതൽ സെക്യൂരിറ്റി വരാനുള്ള കാരണം ഈ 3 കാരണങ്ങൾ തന്നെയാണ്. ഫസ്റ്റ് വൺ, ഹാഷ് കോഡ്. ഹാഷ് കോഡ് നമ്മൾ പറഞ്ഞു, ആ ഹാഷ് കോഡ് എന്ന് പറഞ്ഞാൽ ഏറ്റവും ലെങ്തി ആയിട്ടുള്ള ഒരു കോഡായിരിക്കും. അത് ഓരോ ബ്ലോക്കിനും ഓരോ കോഡുകളായിരിക്കും എന്ന് നമ്മൾ പറഞ്ഞു കഴിഞ്ഞു. അതുകൊണ്ട് തന്നെ ഇത് വളരെയധികം സെക്യൂർ ആണ് എന്നുള്ളത് നമുക്ക് ചിന്തിച്ചാൽ മനസ്സിലാവുന്നതാണ്. രണ്ടാമതായി നമ്മൾ പറഞ്ഞ കാര്യമാണ് ഈ പ്രൂഫ് ഓഫ് വർക്ക് എന്നുള്ളത്. ഈ പ്രൂഫ് ഓഫ് വർക്ക് എന്ന് പറഞ്ഞാൽ എൻക്രിപ്റ്റ് ചെയ്യുന്ന ഭാഗത്ത് നമ്മൾ പറഞ്ഞു അവിടെ ഉപയോഗിക്കുന്നത് പസിൽസുകളും ഗെയിമുകളുമാണ് എന്ന് നമ്മൾ പറഞ്ഞു. അതുകൊണ്ട് തന്നെ ഇത് ഏറ്റവും കൂടുതൽ സെക്യൂർ ആണെന്ന് നമുക്ക് വീണ്ടും ഉറപ്പിച്ച് പറയാം. മൂന്നാമതായി നമ്മൾ അറിഞ്ഞിരിക്കേണ്ടത് ഡിസ്ട്രിബ്യൂട്ടഡ് നെറ്റ്വർക്ക് ആണ്. ഡിസ്ട്രിബ്യൂട്ടഡ് നെറ്റ്വർക്ക് എന്താണെന്ന് നമ്മൾ പറഞ്ഞു കഴിഞ്ഞതാണ്. ഏതെങ്കിലും ഒരു ബ്ലോക്കിന് എന്തെങ്കിലും കംപ്ലൈന്റ് സംഭവിച്ചാൽ അത് അടുത്തുള്ള മറ്റുള്ള ബ്ലോക്കുകളെയും എഫക്ട് ചെയ്യും എന്നുള്ളതാണ് ഡിസ്ട്രിബ്യൂട്ടഡ് നെറ്റ്വർക്കിന്റെ ഒരു പ്രത്യേകത. നിലവിലുള്ള ഈ ഒരു ബാങ്കിങ് സിസ്റ്റവും പിന്നീട് ഈ ബ്ലോക്ക് ചെയിൻ ഇംപ്ലിമെന്റ് ചെയ്താലുള്ള ഒരു അഡ്വാൻറ്റേജുമാണ് നമ്മൾ പറയാൻ പോകുന്നത്. നമുക്കറിയാം സാധാരണ ബാങ്കിങ് സെക്ടറിൽ ഒരു മിഡിൽ വെയർ ആയിട്ട് ആ ബാങ്ക് ഉണ്ടാവും. 2 ആളുകൾ തമ്മിൽ നേരിട്ട് കമ്മ്യൂണിക്കേഷൻ അല്ല എന്നുള്ളത് നമുക്ക് എല്ലാവർക്കും അറിയാം. 2 ആളുകൾ തമ്മിൽ നേരിട്ടുള്ള കമ്മ്യൂണിക്കേഷൻ പറയുന്ന പേരാണ് P2P എന്നാണ് പറയുക. P2P എന്ന് പറഞ്ഞാൽ പിയർ ടു പിയർ എന്നാണ് അർത്ഥം.
രണ്ടാളും നേരിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നത്. ഫോർ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ഞാൻ എൻ്റെ ഫോണിൽ തന്നെ എൻ്റെ ഒരു ഫോട്ടോ എടുക്കുകയാണെങ്കിൽ അതൊരു പിയർ ടു പിയർ കമ്മ്യൂണിക്കേഷൻ ആണ്, അതിൻ്റെ ഇടയിൽ വേറെ ഒരാൾ വരുന്നില്ല. അതുപോലെ ബാങ്കിങ് സെക്ടേഴ്സിൽ നമുക്കറിയാം ബാങ്കിങ് സ്റ്റാഫുകളും ഉണ്ടാവും നമ്മൾ ചെയ്യുന്ന ഇടപാടുകൾ അതിന് കൺഫർമേഷൻ കൊടുക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഈ ഒരു ബ്ലോക്ക് ചെയിനിന്റെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത് അതിന് മിഡിൽ വെയർ എന്ന കൺസെപ്റ്റ് ഇല്ല എന്ന് നമ്മൾ ആദ്യം തന്നെ പറഞ്ഞു. ആർക്കാണ് സെൻഡ് ചെയ്യേണ്ടത്, അതുപോലെ ആരടുത്തു നിന്നാണ് റിസീവ് ചെയ്യേണ്ടത്, അവർ തമ്മിൽ നേരിട്ടുള്ള ഒരു കമ്മ്യൂണിക്കേഷൻ ആണ്. അതിൻ്റെ ഇടയിൽ ബാങ്കോ അതുമല്ലെങ്കിൽ മിഡിൽ വെയർ ആയിട്ട് ആരും തന്നെ ഇല്ല. അതുകൊണ്ട് തന്നെ ഡാറ്റ നമുക്ക് സെക്യൂർലി ഡാറ്റ പെട്ടെന്ന് തന്നെ സെൻഡ് ചെയ്യാൻ പറ്റും എന്നുള്ളതാണ് ഇതിൻ്റെ ഏറ്റവും വലിയൊരു അഡ്വാൻറ്റേജ്. പിന്നീട് വരുന്നത് ഇതിൻ്റെ ഡിസഡ്വാൻറ്റേജ് എന്ന് പറയുന്നത് ഇതിൽ കോപ്പിയിങ് സാധ്യത കൂടുതലാണ്. അതായത് റെപ്ലിക്കേഷൻ, ഡാറ്റ റെപ്ലിക്കേഷൻ എന്ന് പറയുന്നത്, റെപ്ലിക്കേഷൻ മീൻസ് ഡാറ്റ കോപ്പി അധികരിപ്പിക്കുന്നത് ഇതിൽ വളരെയധികം കൂടുതലായി വരും. കാരണം നമുക്കറിയാം ഇതൊരു ഫിസിക്കൽ ഡാറ്റ അല്ല, അതുമല്ലെങ്കിൽ ഫിസിക്കൽ കറൻസി പോലത്തെ സംഭവമല്ല. നമ്മളുടെ ഡാറ്റ ഒരു ബിറ്റ്കോയിൻ രൂപത്തിലാണ് ഡാറ്റ സ്റ്റോർ ചെയ്യുന്നതെന്ന് പറഞ്ഞു. അതായത് ഒരു ഡാറ്റ ഒരു സംഖ്യ ആണ് ഡാറ്റ ആയിട്ട് സ്റ്റോർ ചെയ്യുന്നത്. അപ്പോൾ അത് സാധാരണ ആളുകൾക്ക് അത് കൈമാറാൻ വേറെ നെറ്റ്വർക്ക് വഴി ഡാറ്റ സെൻഡ് ചെയ്ത് പോവുക എന്നല്ലാതെ നമുക്ക് എന്ത് ചെയ്യുന്നില്ല, അത് പേയ്മെൻ്റ് ആയിട്ടോ ഒന്നും കയ്യിൽ കിട്ടുന്നില്ല. അതുകൊണ്ട് തന്നെ ഇത് കോപ്പി എടുത്ത് ഇത് മൾട്ടിപ്ലൈ ചെയ്യിക്കാനും അതുപോലെ ഇരട്ടി തുക അങ്ങോട്ട് കൈമാറാനും അതുപോലെ റിസീവ് ചെയ്യാനുള്ള സാധ്യത കൂടുതലാണ്. സിമ്പിൾ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ എൻ്റെ അടുത്ത് ഒരു 100 രൂപയുണ്ട് എന്നുണ്ടെങ്കിൽ ആ 100-ന് പകരം ഞാൻ 2-3 പൂജ്യം ആ തലക്കലിട്ടിട്ട് എനിക്ക് വേണമെങ്കിൽ ആ ഡാറ്റ വലിയൊരു 1 crore ഒക്കെ ആക്കി മാറ്റാവുന്ന ഒരു സംവിധാനം ഇതിൽ വരാൻ സാധ്യതയുണ്ട്. ഈ ഒരു പ്രോബ്ലത്തിന് പറയുന്ന പേരാണ് ഡബിൾ സ്പെൻഡ് പ്രോബ്ലം എന്നുള്ളത്. അപ്പോൾ ഇങ്ങനെ ഒരു പ്രോബ്ലം ഇതിൽ ഒളിഞ്ഞിരിക്കുന്നുണ്ട്. സാധാരണ നമുക്കറിയാം ബാങ്കിങ് സെക്ടറിൽ ബാങ്കിൽ നിന്ന് കൺഫർമേഷൻ വരാതെ നമ്മുടെ പേയ്മെന്റ് അങ്ങോട്ടും ഇങ്ങോട്ടും ട്രാൻസ്ഫർ ആവുകയില്ല. നമ്മുടെ അക്കൗണ്ടിൽ എത്ര പൈസയുണ്ട് എന്നതിനനുസരിച്ചായിരിക്കും നമ്മുടെ ട്രാൻസ്ഫറിങ് നടക്കുക. പക്ഷേ ഇതിൽ ബാങ്കോ അതുപോലെ മിഡിൽ വെയർ ആയിട്ട് ആരും തന്നെ വർക്ക് ചെയ്യാത്തതുകൊണ്ട് സെക്യൂരിറ്റിന്റെ കാര്യത്തിൽ, അതായത് സെക്യൂരിറ്റി ഡാറ്റ ട്രാൻസ്ഫറിങ്ങിന്റെ കാര്യത്തിലല്ല, സെക്യൂരിറ്റി ആരെങ്കിലും ഹാക്ക് ചെയ്ത് ഡാറ്റയിൽ ചേഞ്ച് വരുത്തുമോ എന്നുള്ള ഒരു ഭയം സാധാരണ ആളുകൾക്ക് ഉണ്ടാകും. അതുകൊണ്ട് തന്നെയാണ് ഇതിനൊരു പെർമിഷൻ ഗവൺമെന്റുകൾ കൊടുക്കാത്തത് എന്നുള്ളത് നാം മനസ്സിലാക്കേണ്ടതാണ്. എങ്കിലും ഇതിന് ഏറ്റവും കൂടുതൽ സാധ്യത ഭാവിയിൽ വരാൻ നിൽക്കുകയാണ്. ഹൈ സെക്യൂർ ആയിട്ട് ഡാറ്റയുടെ പ്രോസസ്സിങ്ങും അതിൻ്റെ ഷെയറിങ്ങും ഇനി നടക്കാൻ പോകുന്നതേ ഉള്ളൂ. അപ്പോൾ നിങ്ങൾക്ക് എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്.